നമ്മളെല്ലാവരും ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ കാണുന്ന പപ്പായ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പപ്പായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കില്ല. നമ്മുടെ സ്കിന്നിന് ഇത് നല്ലതാണ്. കണ്ണിനും ഹൃദയത്തിനും ലിവറിനും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ പപ്പായക്കുണ്ട്. നമ്മളാരും ഈ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നമ്മളുടെ മിക്ക ആളുടെ വീടുകളിലും ഈ ഒരു പപ്പായക്ക് വേണ്ടുന്നത്ര പ്രാധാന്യം കൊടുക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ പപ്പായയുടെ ഗുണങ്ങൾ എല്ലാം വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ അതിന് മതിയാവാതെ വരും. ആയതിനാൽ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാനിപ്പോൾ ഈ പപ്പായയുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ തേയ്മാനത്തിന് നല്ലതാണ്. നമ്മുടെ വൈരത്ത് യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ കൈകളിലുണ്ടാകുന്ന കരിവാളിപ്പ്, മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, ഇതിനൊക്കെ ഈ പപ്പായ പഴുത്തത് അരച്ച് പുരട്ടുകയാണ് എങ്കിൽ വളരെ അത്യുത്തമമാണ്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സുകളുടെ എണ്ണം, നമ്മുടെ രക്തത്തിലെ അതിൻ്റെ എണ്ണം കുറവുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ ഈ പപ്പായക്ക് കഴിയും. അങ്ങനെ തുടങ്ങി നമ്മുടെ ദഹന പ്രക്രിയ, അതുപോലെ തന്നെ ഈ പപ്പൈൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ദഹന പ്രക്രിയയെ വർദ്ധിപ്പിക്കുന്നു, ത്വരിതത്തിലാക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ സിയാസാൻറ്റിൻ എന്ന് പറയുന്ന ഇതിലുള്ള ഘടകം നമ്മുടെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് വളരെ അധികം അത്യുത്തമമാണ്. ഇങ്ങനെ തുടങ്ങി പപ്പായ കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ തടി ഓവർ വെയിറ്റുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വെയിറ്റ് കുറക്കാൻ ഈ പപ്പായ ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഗുണങ്ങളാണ് ഈ പപ്പായക്കുള്ളത്. പപ്പായയുടെ ഈ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കിലോയ്ക്ക് 40 രൂപക്കാണ് പപ്പായ വാങ്ങുന്നത്. അപ്പോൾ ആ 40 രൂപയേക്കാൾ കൂടുതൽ ചുരുങ്ങിയ വിലയ്ക്ക് കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും ലഭിക്കുന്ന ഒരു ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പപ്പായയെ വിശേഷിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഒരു കുരു എടുത്ത് നട്ട് പിടിപ്പിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. സത്യത്തിൽ ഉമ്മയാണ് ഇത് നട്ടുപിടിപ്പിച്ചത്, ഞാനല്ല. അപ്പോൾ ഇതിന് വേറെ ഒരു വളവും നമ്മൾ നൽകിയിട്ടില്ല. വിത്ത് നട്ട 1-2 ദിവസം രാവിലെയും വൈകുന്നേരം വെള്ളമൊഴിച്ചു എന്ന ഒരു അധ്വാനം മാറ്റി നിർത്തുകയാണ് എങ്കിൽ വേറൊരു അധ്വാനവും ഈ പപ്പായക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടില്ല. ഒരു വളവും നമ്മൾ ഇതിനെ നിക്ഷേപിച്ചിട്ടുമില്ല. ഇനി നമുക്ക് വളം നിക്ഷേപിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് റെഡിയായി കഴിഞ്ഞാൽ ഇതൊക്കെ അതിന് നമുക്ക് ഈ കാണുന്ന ഫ്രൂട്ട്സിനും 2 പപ്പായ ഇവിടെ ഈ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഈ ഭാഗത്തും ഒരു പപ്പായ ഉണ്ട്. പിന്നെ കറിവേപ്പ് തുടങ്ങി ഒരുപാട് പച്ചക്കറികളും ചെടികളൊക്കെ ആയിട്ട് ഇവിടെ വീട്ടിലുള്ളവയ്ക്കൊക്കെ നമുക്ക് ആ ഒരു മാന്ത്രിക മരുന്ന് നമ്മുടെ പിന്നെ കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അന്ന് വിത്ത് നട്ടുപിടിപ്പിച്ച ഒരു പപ്പായാണ് ഈ രൂപത്തിലായിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഒരുപാട് വിത്തുകൾ നമ്മൾ മുളപ്പിച്ചു, അതുപോലെ തന്നെ അത് വീടിൻ്റെ പല ഭാഗത്തായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. ഇനി റീപ്ലാന്റ് ചെയ്യാനുള്ള കുറച്ച് പപ്പായ തൈകൾ കൂടിയുണ്ട്. അത് റീപ്ലാന്റ് ചെയ്യുന്നത് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ പപ്പായ നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കണം. അതിന് വലിയ അധ്വാനവും നമുക്കില്ല. ചെറിയ അധ്വാനത്തിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പപ്പായ. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിഭവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഇത് നടാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ ഈ പപ്പായ. അപ്പോൾ നമുക്ക് അത് നടുന്നതും കൂടി കാണിച്ചാലാണല്ലോ നമുക്ക് ഈ വീഡിയോൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവുമെന്ന് പറയും. അതിന് വേണ്ടിയിട്ട് അത് നടുന്നത് കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പപ്പായ നടാം. അപ്പോൾ നമ്മൾ ഈ ഓട് അടുക്കി വെച്ചിട്ട് അതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് നടാൻ പോകുന്നത്. അപ്പോൾ ഓട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചാല് കയറി കൊടുക്കണം. അങ്ങനെ ചാല് കയറിയതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഓട് ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. 4 ഓട് നമ്മൾ ഇതുപോലെ നമ്മളെടുത്ത് ചാലിൽ വെക്കുക. എന്നിട്ട് ഒരു കയറെടുത്തിട്ട് നമ്മളിത് കെട്ടിക്കൊടുക്കാം. കയറ് നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യം ഇതൊരു സെറ്റായതിന് ശേഷം വേണമെങ്കിൽ കയറ് എടുക്കാവുന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ ഓട് വെച്ച് കൊടുക്കണം.
സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടത് ഈ കയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കെട്ടി കൊടുക്കാം. മണ്ണിടുമ്പോൾ അത് മറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ നേരത്തെ നട്ട് വെച്ച പിന്നെ പപ്പായാണ്. ഈ നേരത്തെ കാണിച്ച പോലെ തന്നെ പിന്നെ ഓട് വെച്ചിട്ടാണ്, പഴയ ഓട് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റാക്കി. ഈ ചട്ടിയിലാണ് നമ്മൾ പിന്നെ പപ്പായ കുരു നട്ട് പിടിപ്പിച്ചിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് നമ്മളൊന്ന് പറിച്ചെടുക്കുകയാണ് നമ്മളിപ്പോൾ നടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. നല്ല അടിപൊളി തൈയാണ്, നല്ല ആരോഗ്യമുണ്ട്. തൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തായാലും നല്ല ഉഷാറായിട്ട് വളരുന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതിന് വേണ്ടുന്ന കുഴി നമ്മൾ എടുക്കുക, എന്നിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ചെയ്യണം. എന്നിട്ട് നമുക്ക് നല്ല ആരോഗ്യമുള്ള പപ്പായ, വിഷാംശമില്ലാത്ത പപ്പായ, ഫ്രഷായിട്ടുള്ളത്, നമുക്ക് ഓർഗാനിക്കായത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുക പപ്പായ. എന്നിട്ട് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി നല്ലത് ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.